എനിക്ക് കോപ്പാണ്. ഞാൻ ഇനിയും ലൈവ് ഇടും, മനസ്സിലായോ? എന്റെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ലൈവ് ഇടും. ഈ മലയാളികൾ കുറെ അനുഭവിക്കണം. സുഭദ്ര അവിടെ കിടന്ന് ചാടുന്നു. ആ ചാട്ടമൊക്കെ എന്നും ഇവിടെ പതിവുള്ളതല്ലേ? നാണം കെട്ട നാറി. ആ കടിച്ചോട്ടെ എന്ന് രേണുസുതിയോട് ചോദിച്ചപ്പോ എന്നെ കടിക്കാൻ പറയണോ? കടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ കടിക്കല്ലേ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. സംസ്കാരത്തോടെ സംസാരിക്കട ചെറ്റ പട്ടി. പട്ടിയെ മൂനി. വേറെ എന്തൊക്കെ കാണിക്കുന്നില്ല സബ്സ്ക്രിപ്ഷൻ? നീ വേറെ ആൾക്കാരൊക്കെ ഇതൊന്നും നീ എന്താടാ ഇടാത്ത, പുറത്ത് ലീക്ക് ഇടാത്ത? ഇതിനകത്തെ ഒരു ത്രില്ലില്ല. നിനക്കൊക്കെ എന്തിന്റെ കേടാടാ മക്കളെ? തള്ളക്ക് ശരിക്കും മൂത്തിട്ട നാട്ടിൽ ചന്തപ്പാലത്തടി ഇതുപോലത്തെ ഒരു പമ്പർനാത്തിയുണ്ട്. പക്ഷെ അവര് കുച്ചവന് നിർഗന്ധം അടിച്ചല്ലേ തുടങ്ങുള്ളൂ. ഇവർക്ക് നേരത്തെ തുടങ്ങി. വെറുതെ വേണ്ടാത്തടത്ത് തലയിടാൻ നിൽക്കട്ടാ. വല്ല മരുന്ന് കൊടുത്താൽ കുറയൂ. നട്ടലില്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവന്റെ പറയുന്നില്ല, അവൻ എടുത്ത് പുറത്ത് വിട്ടേക്കുന്നു. കളിയാക്കുന്നോടാ പെണ്ണ് മനഃപൂർവ്വം ചെയ്യുന്ന എന്നെ ഉപദ്രവിക്കാൻ ചോദിച്ചാൽ അങ്ങനെ അതും സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രേണുസുതിയുടെ ലീക്ക്ഡ് വീഡിയോ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്ത് പറഞ്ഞാണ് തുടങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല. ഫോട്ടം പോലെ കാണിക്കേ. എന്റെ കർത്താവേ, എന്തൊക്കെ വൃത്തികേടാ ഇവിടെ നടക്കണേ. അന്തസ്സോടുകൂടി നടക്കുന്ന ഒരു സ്ഥാപനം ഇത്. ആഹാ, കറക്റ്റ് പശു നക്കുന്ന പോലെ തന്നെ ഉണ്ട് അല്ലേ? കെട്ടുകടലവര് ഗുരു. ഈ സ്ഥാപനത്തിന് ചീത്തപ്പേര് വരാൻ ഇനി വേറെ വല്ലതും വേണോ? ഇവനെ പോലുള്ള ഒരു അലവരാദ്യം വെച്ചോണ്ട് ഈ ട്രൂപ്പ് നടത്തിക്കൊണ്ടുപോകാൻ ഇനി ഞാനില്ല. ചേച്ചി കാണിച്ചു തരാൻ വേണ്ടി നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? ബ്ലൗസ് ഇങ്ങോട്ടാക്കുന്നു, അങ്ങോട്ടാക്കുന്നു, തിരിയുന്നു, മറിയുന്നു. എത്ര കാണിച്ചിട്ടും ചേച്ചിക്ക് സംതൃപ്തി കിട്ടുന്നില്ല. സബ്സ്ക്രൈബേഴ്സിനോട് ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തിനടാ ബാബു ദൈവം നിനക്ക് ഇത്രയും ആത്മാർത്ഥത തന്നത്? അതാ സാർ എനിക്ക് മനസ്സിലാകാത്തത്. എൻ്റെ ദൈവമേ, ഞാൻ സമ്മതിച്ചു തന്നു. ഇതിൻ്റെ അകത്ത് വന്ന കമൻസ് ഒക്കെ ഉണ്ട്, ഞാനിവിടെ വായിച്ച് തരാം. അതൊക്കെ വായിച്ചിട്ട് നിങ്ങൾ തന്നെ പറയണം കേട്ടോ. ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ എന്തിനു വേണ്ടി ഇത് ചെയ്തേക്കുന്നത്? നാക്കിട്ട് കളിക്ക് ചുണ്ടിൽ. ഒരു ബട്ടൺ കൂടെ തുറന്നിട്, ഒരു ബട്ടൺ കൂടെ തുറക്കൂ എന്നൊക്കെയാണ് കമന്റുകൾ ഇട്ടേക്കുന്നത്. ഞാനൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കണതേ ഈ ഇത്തിരി പഞ്ചാര ചിരിയും കോമഡിയും നമ്പറുകളൊക്കെ ഇറക്കിയിട്ടാ. കണ്ടല്ലേ, ഇമാതിരി ടീമുകളായി ഈ സാധനമൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മേലാൽ ഇനി ഈ ഒരു സാധനത്തിനെ സപ്പോർട്ട് ചെയ്ത് ഒരുത്തനെ കൂടെ വന്നു പോകുന്നു. ഇനിയും ലൈവ് ഇടും, മനസ്സിലായോ? എന്റെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ലൈവ് ഇടും. എല്ലാം അണ്ടർഗ്രൗണ്ട് ലൈനല്ലേ? ഒരു പണി ചെയ്യാതെ ശമ്പളം കിട്ടുന്നത്. അതാണ് സത്യം. നമ്മൾ അവിടെ ഇവിടെ എപ്പോഴും വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരുടെ ഉള്ളിലിരിപ്പ് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. ഉള്ളിലിരിപ്പാ. ധൈര്യമായിട്ട് ലൈവ് ഇട്, ലൈവ് ഇടാതെ ഇരിക്കരുത്. നിന്നെ പോലെയുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യേണ്ടത്. ജീവിച്ചോട്ടെ. ഇന്നിപ്പോ പിന്നെ നമ്പറും കാണിച്ചു, നാളെ ഞമ്പറും കാണിച്ചല്ല. ഇതൊക്കെ കണ്ടു ഞാൻ എന്തായാലും പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എടാ, രേണുസുതിക്ക് ഒന്നുമില്ല. രേണുസുതി അതിനകത്ത് ചുണ്ടല്ലേ കടിച്ചല്ലോ, വേറൊന്നും വന്ന് കടിച്ചിട്ടില്ലല്ലോ, വേറൊന്നും കടിച്ച് കാണിച്ചില്ലല്ലോ. അപ്പൊ ഒരു കുഴപ്പമില്ല. നീക്ക് ഇതിനപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്, മനസ്സിലായോ? അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മായി. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. നേരെ സാറേ, സമയം ഒരുപാടായി. അപ്പൊ സാറേ ഗുഡ് നൈറ്റ്. രാത്രി യാത്രയില്ല.